അതെ, ഈ മലയാളികളും കൂളിംഗ് ഗ്ലാസും തമ്മിലുള്ള ഇരിപ്പുവശം ഇപ്പോഴും അത്ര ശരിയായിട്ടില്ലല്ലേ. പ്രത്യേകിച്ച് മരിച്ച വീട്ടിലൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് പോകുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള പെരുമാറ്റമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പം ഈ അടുത്ത് കലാഭവൻ നവാസ് മരിച്ചപ്പം നമ്മുടെ തസ്നിഖാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞ് കുറേ കമൻസും ട്രോൾസും ഒക്കെ വന്നായിരുന്നു. അപ്പം ഞാനത് ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ണാടി വെക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ കണ്ണാടി വെക്കാത്തവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ടായിരിക്കും അത്രയും നെഗറ്റീവ് കമൻസൊക്കെ ആ വീഡിയോയ്ക്ക് വന്നതെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ കണ്ണാടി വെക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കറക്റ്റിംഗ് ലെൻസസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ ഈ കണ്ണാടി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റേത് ഒരു കറക്റ്റിംഗ് ലെൻസാണ് കേട്ടോ. അപ്പോൾ ഈ കറക്റ്റിംഗ് ലെൻസ് നമുക്ക് 3 രീതിയിൽ ചെയ്തെടുക്കാം. ഒന്നാമത്തേത് പോളറൈസ്ഡ് ലെൻസ്, അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നതും ആ ഗ്ലെയറും ഒത്തിരി ലൈറ്റിൻ്റെ ഗ്ലെയറും ഒക്കെ ഒന്ന് കുറയ്ക്കാനിത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എല്ലാവരും തന്നെ പോളറൈസ്ഡ് ലെൻസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഈ ഗ്ലെയറൊക്കെ കുറയ്ക്കാം, പ്രത്യേകിച്ച് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ടിൻറ്റഡ് ഗ്ലാസ്സസ്. ഇത് പണ്ട് കുറച്ച് പണക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമാണ്. നമ്മുടെ കണ്ണാടിക്ക് ഒരു ചെറിയ തവിട്ട് അല്ല ചുവപ്പ് അല്ല പച്ച കളർ കൊടുക്കും. അപ്പോൾ ഇവരുടെ കണ്ണാടി എപ്പോഴും ഇങ്ങനെയായിരിക്കും. നമുക്കിവരെ പച്ച പരിഷ്കാരി എന്ന് വിളിക്കാൻ തോന്നും. കാരണം പെരക്കകത്തിരിക്കുമ്പോഴും കിടക്കുമ്പോഴും രാത്രിയിലും മരിച്ച വീട്ടിലും എല്ലാം ഈ കണ്ണാടിയുടെ നിറം ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കണ്ണിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും ഡയറക്റ്റ് സൺലൈറ്റ് കണ്ണിലടയ്ക്കുന്നത് തടയാനുമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഫോട്ടോക്രോമിക് ലെൻസസ്. അന്ന് തസ്നിഖാൻ ഉപയോഗിച്ച ലെൻസ് ഫോട്ടോക്രോമിക് ലെൻസായിരുന്നു. ഇപ്പോൾ എൻ്റേതും ഫോട്ടോക്രോമിക് ലെൻസാണ്. അതായത് സൂര്യപ്രകാശത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറി ഇത് കൂളിംഗ് ഗ്ലാസ് ആകും. നമ്മൾ മുറിക്കകത്തോട്ടൊക്കെ ചെന്ന് സൺലൈറ്റ് ഇല്ലാത്തടത്ത് ഇത് നോർമൽ ഗ്ലാസ് ആകും. അപ്പോൾ ഇതിൻ്റെ വില കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഈ ട്രാൻസിഷൻ ക്വിക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്കകത്തോട്ട് പോകുമ്പോൾ ഇത് കുറച്ച് സമയം എടുത്തേ നമ്മുടെ നോർമൽ ഗ്ലാസ് ആവത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഭയങ്കര സൗകര്യമാണ്. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിൽ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിനെ എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്കിന്നിനെ സൺസ്ക്രീൻ വെച്ചും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ പവർ ഗ്ലാസ് ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷനേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് കൂളിംഗ് ഗ്ലാസ് പവർ ഇല്ലാത്തത് വെച്ചാൽ കണ്ണ് കാണത്തില്ലല്ലോ. അപ്പോൾ കാണുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുക്ക് ചെയ്യുമ്പോഴും കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന പച്ച പരിഷ്കാരി എന്തോന്ന്, നമുക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമ്മൾ കാണുന്നവർക്ക് സാഹചര്യം അനുസരിച്ച് ഇത് ചില ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കയ്യിലൊരു സ്പെയർ സാധാരണ ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഈ ഫോട്ടോക്രോമിക് ലെൻസ് അല്ലാത്ത ഒരു നോർമൽ ലെൻസ് ഉണ്ട്. പക്ഷേ ഞാൻ കംഫർട്ടബിൾ എപ്പോഴും ഇത് യൂസ് ചെയ്യാനാണ്. അപ്പം ഈ ഒരു കാര്യം അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാരെയും കളിയാക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.